പ്രിയപ്പെട്ടവരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ കേരളം ഏതാനും ദിവസങ്ങൾക്കകം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായി നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാരിന് കീഴിലാണ് ഇന്ന് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ദീർഘകാലം കേരളം ഭരിക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ള ഒരു മുന്നണി എന്നുള്ള നിലക്ക് യഥാർത്ഥമായും അവർ പറയേണ്ട ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എങ്ങനെയാണ്. ഞങ്ങളിതാ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി സാറ് കൊണ്ടുവന്ന പോലത്തെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി പോലത്തെ, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പോലത്തെ, കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് പോലത്തെ, കൊച്ചി മെട്രോ പോലത്തെ, കൊച്ചി സ്മാർട്ട് സിറ്റി പോലത്തെ, ഇത്രയും എന്നിത്യാദി പദ്ധതികൾ പോലത്തെ ഒരു പദ്ധതി അല്ലെങ്കിൽ ഇന്ന പദ്ധതി ഞങ്ങൾ 10 വർഷം കൊണ്ട് കേരളക്കരയിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടാണ് സ്വാഭാവികമായും ഒരു ഭരണമുന്നണി എന്നുള്ള നിലക്ക് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, വളരെ മാനസികമായി സംഘർഷത്തിലൂടെ, വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെയാണ് ഒരു മലയാളി എന്നുള്ള നിലക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സർക്കാർ തന്നെ വർഗീയതക്ക് പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന, മന്ത്രിസഭയിലുള്ളവർ തന്നെ വർഗീയത പറയുന്ന ഒരു വളരെ വേദനാജനകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ്, ഒരു അവസ്ഥയിലൂടെയാണ് കേരളം ഇന്ന് മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ ഈ 10 വർഷം കയ്യിൽ കിട്ടിയ സർക്കാർ നേരിടേണ്ടത്? 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ടല്ലേ. ആദ്യം വെള്ളാപ്പള്ളിയിലൂടെ, നമ്മൾ കരുതിയത് വെള്ളാപ്പള്ളിയിൽ തീരുമെന്ന്, അങ്ങനെയല്ല. വെള്ളാപ്പള്ളിയിലൂടെ, അതിനുശേഷം ബാലനിലൂടെ, ഏറ്റവും അവസാനം അത് സജി ചെറിയാനിൽ എത്തി നിൽക്കുന്നു. നമുക്ക് കേരളത്തെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഈ ഒരു അവസ്ഥയിലൂടെ കേരളം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അല്പമെങ്കിലും ആശ്വാസകരമായിട്ടുള്ളത് VD സതീശന്റെ ആർജവമുള്ള വാക്കുകളാണ്. കേരളത്തിലെ നാളിതുവരെ തുടർന്നു വന്ന സെക്യുലർ ഫാബ്രിക്കിനെ അതിൻ്റെതായ രൂപത്തിൽ പിടിച്ചു നിർത്തുന്നതിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിരുന്ന പാർട്ടിയായിരുന്നു, അല്ലെങ്കിൽ നിർണായകമായ ഒരു ഘടകമായിരുന്നു CPIM. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, CPIMന്റെ ബ്രാഞ്ച് തലത്തിലുള്ള നേതാക്കന്മാർ മുതൽ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ വരെ, CPIM നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭയിലെ അംഗങ്ങൾ വരെ പച്ചക്ക് വർഗീയത പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, ഈ കലുഷിതമായ കാലഘട്ടത്തിൽ കേരളത്തിന്റെ മതനിരപേക്ഷ മൂല്യം ഉയർന്നു തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസത്തിന്റെ തെളിനീരേകുന്ന നിലപാടുകളാണ്, ആർജവമുള്ള നിലപാടുകളാണ് VD സതീശൻ ഈ തെരഞ്ഞെടുപ്പിന് നമ്മൾ ഒരു വിളിപ്പാട് അകലെ നിൽക്കുമ്പോൾ പോലും എടുക്കുന്നത് എന്നുള്ളത് വളരെയധികം ആശ്വാസകരമാണ്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മതേതര സെക്കുലർ ഫാബ്രിക്കിനെ തിരിച്ചു പിടിക്കാൻ VD സതീശനൊപ്പം നമ്മൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ ഉറച്ചു നിന്നുകൊണ്ട് ഈ കേരളത്തിന്റെ സെക്കുലർ ഫാബ്രിക്കിനെ തിരിച്ചു പിടിച്ച് ഭാവി തലമുറക്ക് സുരക്ഷിതമായ ഒരു മതനിരപേക്ഷ കേരളം നാം കൈമാറേണ്ടതുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു.